2022 ജനുവരി മാസം 13-ാം തീയതി ഞങ്ങളുമായി കരമടക്കാൻ പോയപ്പോഴാണ് വില്ലേജിൽ നിന്നും ഇത് വഖഫ് പ്രോപ്പർട്ടിയിൽ പെട്ടുകിടക്കുകയാണെന്ന് അറിയുന്നത്. തുടർന്ന് 2 വർഷവും 7 മാസവും ഞങ്ങൾ ഗവൺമെൻറ് പറയുന്നത് പോലെ തന്നെ പ്രവർത്തിച്ചു. പക്ഷെ അതിൽ നിന്നും ഞങ്ങൾക്ക് മോചനം കിട്ടുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ വേറൊരു സമരമുഖത്തേക്ക് എത്തിപ്പെട്ടത്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ സിംഗിൾ ബെഞ്ച് കരമടക്കാൻ തന്ന, അതായത് ഗവൺമെൻറ് കരമടക്കാൻ തന്ന കരമടക്കാൻ അനുവാദത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ സിംഗിൾ ബെഞ്ച് ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിച്ചു തരികയാണ് ചെയ്തത്. ആ സമയത്ത് അഡ്വക്കേറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗവൺമെൻറ് വക്കീലെ ഹൈക്കോടതിയിൽ ഹാജരാവുകയും കരമടക്കുന്നതിന് ഗവൺമെൻറ് അനുവാദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് സത്യവാങ്മൂലം കൊടുത്തു. പക്ഷെ നേരെ മറിച്ച് ഡിവിഷൻ ബെഞ്ചിൽ ചെന്നപ്പോൾ, അതായത് 2022 ഡിസംബർ മാസം 27-ാം തീയതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഫയലിൽ കൊടുത്ത ആ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നേരെ മറിച്ചാണ് ചെയ്തത്. ഇത് കരമടക്കാൻ കൊടുത്തത് ഗവൺമെൻറ്റിൻ്റെ ഭൂമിയിൽ, അതായത് വഖഫ് ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക്, അനധികൃത കുടിയേറ്റക്കാർക്ക് കരമടക്കുന്നതിനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. അവിടെയാണ് പ്രശ്നം ആരംഭിക്കുന്നത്. ആ സമയത്ത് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരുന്നതിന് കുഴപ്പമില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ ഞങ്ങൾ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കുമായിരുന്നു. ഇവിടെ രണ്ടാമത്തെ എടുത്ത ഏറ്റവും വലിയ പ്രശ്നം നടക്കുന്നത്, ഒരു വഖഫ് രജിസ്റ്ററിൽ 2019 എഴുതിയെടുത്ത ഉടനെ, അതായത് 2022 ജനുവരി 13-ാം തീയതിക്ക് ശേഷം ഞങ്ങൾ സിഇഒനെ പോയി കണ്ടു വഖഫ് ബോർഡിൽ. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് നോട്ടീസ് തന്നോ? നിങ്ങൾക്ക് നോട്ടീസ് തരാതെ പിന്നെ നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടേണ്ടത്? ഞങ്ങൾ നോട്ടീസ് തന്ന ആളുകൾക്കെതിരെയാണ് പ്രതിഷേധം, വഖഫ് പ്രോപ്പർട്ടി ഏറ്റെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു വഖഫ് ബോർഡിലേക്ക് ഒരു പ്രോപ്പർട്ടി എഴുതിയെടുത്താലും റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കണമെന്നുണ്ടെങ്കിൽ വഖഫ് ബോർഡ് ആ പ്രോപ്പർട്ടി പോക്കുവരവ് ചെയ്യണം. അതിന് അവിടുത്തെ താമസക്കാരുണ്ടെങ്കിൽ ആ താമസക്കാർക്ക് നോട്ടീസ് കൊടുക്കണം, സർവേ നടത്തണം, അതിരുകൾ കണ്ടെത്തണം. ഈ വക കാര്യങ്ങൾ ഒന്നും ചെയ്യാതെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈ റവന്യൂ അവകാശങ്ങൾ, ഈ മുനമ്പം തീരത്തെ 610 കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിച്ചത്. ആ കാര്യവും കോടതിയിലേക്ക് പോയതാണ് എന്ന് മാത്രമല്ല, ഇതിപ്പോൾ 2019 വഖഫ് രജിസ്റ്ററിൽ വന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്നിപ്പോൾ കോടതി ഉത്തരവിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നത്, കോടതി രേഖകൾ പരിശോധിച്ച ശേഷം പറയുന്നത് 1950 2715/1950 എന്ന നിലയിൽ വഖഫ് ഡീഡായിട്ടാണ് ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ പറയുന്ന ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ കുറേ കടലെടുത്ത് പോയി ബാക്കി 113 ഏക്കറാണ് ശേഷിക്കുന്നത്. അപ്പോൾ ഈ ഭൂമി സംബന്ധിച്ച പല കേസുകൾ, ഒന്ന് നോർത്ത് പറവൂർ സബ് കോടതി 12/7/1971 ഇത് ഗിഫ്റ്റ് ഡീഡല്ല വഖഫാണ് എന്ന് ഉത്തരവിട്ടു. അത് അപ്പീൽ പോയി. ഹൈക്കോടതി അന്തിമമായി ഡിവിഷൻ ബെഞ്ച് 30/9/1975 ഇതേ കാര്യം, അതായത് വഖഫാണ് എന്ന് ശരിവെച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ കോടതി വിധിയുടെ ക്രക്സ് എന്ന് പറയുന്നത്, ഇത് വഖഫ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് സർക്കാരിനോ സർക്കാർ നിയോഗിക്കുന്ന ഒരു കമ്മിറ്റിക്കോ ഒരു സിവിൽ കോടതിക്കോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു റോളുമില്ല. ഇക്കാര്യത്തിൽ റോൾ ഉള്ളത് വഖഫ് ബോർഡിനും വഖഫ് ട്രിബ്യൂണലിനും മാത്രമാണ് എന്നുള്ളതാണ് ഉത്തരവ്. അല്ലാതെ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നുണ്ട്. 1971 ഇവിടെ താമസക്കാരായ ഞങ്ങളും ഫറൂഖ് കോളേജും തമ്മിൽ കേസ് നടന്നപ്പോൾ മണ്ണത്തുമണ്ണിൽ കലഞ്ചൻ, അതായത് ഫറൂഖ് കോളേജിന് ഒരിക്കലും ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഫറൂഖ് കോളേജിൻ്റെ കോടതി വ്യവഹാരകനായിട്ടുള്ള മണ്ണത്തുമണ്ണൽ കലഞ്ചനാണ് ഇത് ഞങ്ങൾക്ക് വഖഫായി കിട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നത്, അയ്യ പെറ്റീഷൻ കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഞ്ചക്ഷൻ സ്യൂട്ടാണ് പറവൂർ സബ് കോടതിയിൽ ഫറൂഖ് കോളേജ് സമർപ്പിച്ചത്. അതായത് ഇവിടുത്തെ താമസക്കാരെ ഒഴിപ്പിക്കണം. അത് അപ്പോൾ ഒഴിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവരാണ്, നൂറ്റാണ്ടുകളായി താമസിക്കുന്നവരാണ്. ഇഞ്ചക്ഷൻ സ്യൂട്ടാണ്, അതായത് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലയോ എന്ന് പറവൂർ കോടതി വിധിച്ചിട്ടില്ല. 1987 പറവൂർ കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ്, അതായത് ML ഫ്രാൻസിസ് ജോർജ് ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച വ്യക്തിയാണ്. ML ഫ്രാൻസിസ് ജോർജ് 1987 കൃത്യമായി പരാമർശിക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ താമസിക്കുന്ന 14 വീട്ടുകാർ ഇവിടുത്തെ സ്ഥിര താമസക്കാരാണ്. അതോടൊപ്പം തന്നെ
176 കുടുംബങ്ങൾ വേറെയുണ്ട്. ആ കുടുംബക്കാര് ഫറൂഖ് കോളേജ് വിൽക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് വില്ലേജ് ഓഫീസർക്ക് ഇത് വിൽക്കുന്നതിനുള്ള അനുവാദം കൊടുക്കുകയാണ്. വില്ലേജ് ഓഫീസർക്ക് അനുവാദം കൊടുത്തു. അതോടൊപ്പം തന്നെ പോലീസ് പ്രൊട്ടക്ഷനും കൊടുക്കുന്നതിന് IA പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ അതും സമ്മതിച്ചു. അങ്ങനെ കോടതി, അതായത് 53/67 കേസിൽ തന്നെയാണ് അവസാനത്തെ ജഡ്ജ്മെന്റ് 87 വരുന്നത്. ആ ജഡ്ജ്മെന്റിൽ വിൽക്കാനുള്ള അനുവാദം കൊടുത്ത് 218 കുടുംബക്കാർക്ക് ഇത് വിറ്റതാണ്. ഇതൊന്നും പരിശോധിച്ചിട്ടുണ്ടോ? 2008 വന്ന കമ്മീഷൻ പരിശോധിച്ചോ? 2019 വഖഫ് ബോർഡ് എഴുതിയെടുക്കാൻ നേരത്തെ ഇത് പരിശോധിച്ചിട്ടുണ്ടോ? ഈ പറൂർ സബ് കോടതിയിൽ നിന്നും 87 ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജഡ്ജ്മെന്റും ആരും എടുത്തിട്ടില്ല. അവസാനമായിട്ട് ഞങ്ങൾക്ക് മാത്രമാണ് അത് ലഭിച്ചത്. കാരണം ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ആരും ആ ജഡ്ജ്മെന്റ് എടുത്തിട്ടില്ല. അത് വരികയാണ്. അത് ശരിയായ രീതിയിൽ റവന്യൂ അധികാരികളല്ലേ അത് പരിശോധിക്കേണ്ടത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 1989 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ഈ ഭൂമി വാങ്ങിയത് എന്ന് ആ വിധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കൃത്യമായിട്ട് ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല, ഇത് പറൂർ സബ് കോടതിയുടെ അനുവാദത്തോടു കൂടി വിറ്റ ഭൂമിയാണെന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നോട്ടീസ് തരാം. ഇത് കോടതി ഇതിനെ സമീപിച്ച രീതിയെ കുറിച്ചാണ് വളരെ സാർ ഇത് ഇത് കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അല്ലാതെ ഇവിടുത്തെ ഒരു ഏജന്റോ അതല്ലെങ്കിൽ റിസീവറോ അല്ല ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. 1988 ഡിസംബർ 10 ഫറൂഖ് കോളേജ് റെസല്യൂഷൻ പാസ്സാക്കി ഇവിടുത്തെ താമസക്കാരായിട്ടുള്ള ആളുകൾക്ക് വിൽക്കാൻ അനുവാദം കൊടുത്താണ്. ആ വക്കീൽ, അതായത് അന്നത്തെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള മായിൻ മേത്തർ, ആ മായിൻ മേത്തർ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം അന്ന് ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു. ഇപ്പൊ ഫറൂഖ് കോളേജിന് വേണ്ടിയിട്ട് ട്രൈബ്യൂണൽ കേസ് വാദിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. നിരാകരിക്കുന്നില്ല ശ്രീ ജോസഫ്. ഇനി ഒന്ന്, ഇത് വഖഫ് ഭൂമി അല്ല എന്ന് ഫറൂഖ് കോളേജിന് നിലപാടുണ്ട്. ഫറൂഖ് കോളേജ് പവർ ഓഫ് അറ്റോർണിയെ വെച്ചിട്ടും അല്ലാതെയും ഈ ഭൂമി വിറ്റിട്ടുണ്ട്, ക്രയവിക്രയം നടത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. ഞാൻ അങ്ങ് പറയുന്നത് തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ എൻ്റെ വിഷയം എന്ന് പറയുന്നത് കോടതി പക്ഷേ ഇതിനൊരു വഖഫ് പ്രോപ്പർട്ടി ആയിട്ടാണ് കാണുന്നത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ അതിലേക്ക് വരാം.